അപ്പോൾ ഗൈസ് നിങ്ങളൊക്കെ വല്ല ഇതറിഞ്ഞാ നമ്മുടെ ഗെയിമിലേക്ക് ഗിത്താറും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ ഗിത്താർ വായിക്കാനുള്ള ഓപ്ഷൻ വരെ നമ്മുടെ ഗെയിമിലേക്ക് കിട്ടുന്നതായിരിക്കും. ഇതൊക്കെ എങ്ങനെ എടുക്കാമെന്ന് ഞാൻ പറയുന്നതായിരിക്കും ഗൈസ്. നിങ്ങൾ മാക്സിമം എൻ്റെ വരെ കണ്ടാൽ ഞാൻ ഇതിനെക്കുറിച്ച് എങ്ങനെ എടുക്കാമെന്ന് പറയുന്നതായിരിക്കും. അതേപോലെ തന്നെ നമ്മുടെ ഗെയിമിലേക്ക് ഒരു ഇലക്ട്രിക് സ്കൂട്ടറും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. കണ്ടു ഗൈസ്, നമ്മുടെ സ്പാങ്കിളിൽ തെന്നി നല്ല സ്മൂത്തായിട്ട് പുള്ളിക്കാരൻ പോണ കണ്ട. പിന്നെ നമ്മുടെ NPCസിനെയും പോലീസിനെയും നമ്മുടെ കാറിൽ കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു ഓപ്ഷനും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇതൊക്കെ അപ്ഡേറ്റ് എന്ന് വരുമെന്ന് ഞാൻ പറയുന്നതായിരിക്കും ഗൈസ്. നിങ്ങൾ വീഡിയോ മാക്സിമം എൻ്റെ വരെ കാണാൻ ശ്രമിക്കുക, നേരത്തെ പറഞ്ഞ പോലെ തന്നെ. അപ്പോൾ ഹായ് ഗൈസ്, എൻ്റെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നിങ്ങൾ ഈ കാര്യം വല്ലതും അറിഞ്ഞോ? നമ്മുടെ ഗെയിമിലേക്ക് പോലീസ് ബൈക്കും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അത് എങ്ങനെ ആഡാകുമെന്ന് വെച്ചാൽ നമ്മുടെ ഗെയിമിലേക്ക് RGS മെനു വഴിയാണ് പോലീസ് ബൈക്ക് ആഡാകാൻ പോകുന്നത്. നിങ്ങൾക്ക് ഞാൻ ആ പോലീസ് ബൈക്കിൻ്റെ ഓപ്ഷൻസും RGS മെനു വഴി എങ്ങനെ എടുക്കണമെന്നും അങ്ങനെയൊക്കെ കാണിച്ചു തരാം. അപ്പോൾ ഇതാണെങ്കിൽ നിങ്ങൾ എല്ലാവരും വീഡിയോ ചെയ്തപോലെ നമ്മുടെ പോലീസ് ബൈക്കും കാര്യങ്ങളൊക്കെ ഇതേപോലെ നമ്മൾക്ക് RGS മെനു വഴി ഇങ്ങനെ ഓപ്ഷൻ വന്ന് കിടക്കും. അതേപോലെ തന്നെ നമ്മുടെ ഗെയിമിലേക്ക് ഒരു ട്രാക്ടറും കൂടി വരുന്നുണ്ട്. ട്രാക്ടറും എല്ലാം എങ്ങനെ നമുക്ക് എടുക്കാമെന്ന് ഞാൻ ഈ വീഡിയോ പറയുന്നതായിരിക്കും. എല്ലാവരും വീഡിയോ മാക്സിമം എൻ്റെ വരെ കാണാൻ ശ്രമിക്കുക. അതേപോലെ തന്നെ നമ്മുടെ ഗെയിമിലേക്ക് GTA 5 മോഡും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ ഗൈസ്, ഞാൻ ഒരു പുള്ളിക്കാരൻ്റെ ഹൗസും കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. നിങ്ങൾക്ക് എന്തരായിട്ടാണ് ഈ ഹൗസ് കണ്ടിട്ട് തോന്നാമെന്ന് കമൻറ്റ് ചെയ്യണം. ഇപ്പോൾ തന്നെ പോയി കമൻറ്റ് ചെയ്യും. ഇതെന്ന് വെച്ചാൽ നമ്മുടെ GTA 5 ഫ്രാങ്ക്ലിൻ്റെ ഹൗസാണ് ഞാൻ എടുത്തേക്കണേ. ഇതിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ എൻ്റെ വീഡിയോയിൽ കമൻറ്റ് ചെയ്താൽ മതി, ഞാൻ ലിങ്ക് തരുന്നതായിരിക്കും. എന്തായാലും ഞാൻ നിങ്ങൾക്ക് ഈ വീഡിയോ ചുറ്റിക്കറങ്ങി കാണിച്ചു തരാം. GTA 5 എങ്ങനെയാണ് വീടുള്ളത് അതേപോലെ തന്നെയാണ് നമ്മുടെ ഈ ഗെയിമിലേക്കും കൊണ്ടുവന്നേക്കുന്നത്. എന്നാൽ ഈ വീട് ഫുള്ളും ചുറ്റി കാണിച്ചു തരാം. ഇവിടെ തന്നെ നമ്മുടെ ചോപ്പില്ലേ, GTA 5 ചോപ്പൊക്കെയുള്ള കൂടും കാര്യങ്ങളൊക്കെ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ അതിനുശേഷം പിന്നെ നമ്മളിവിടെ വന്ന ഒരു സ്വിമ്മിംഗ് പൂൾ ഇരിക്കാനുള്ള സെറ്റപ്പ്. സ്വിമ്മിംഗ് പൂളൊക്കെ നല്ല അടിപൊളി സെറ്റപ്പാണ്. അതേപോലെ തന്നെ നല്ല അടിപൊളി സ്വിമ്മിംഗ് പൂളാണ് ഇവിടെ കൊണ്ടുവന്നേക്കണേ. നല്ല അടിപൊളി സ്വിമ്മിംഗ് പൂൾ, കുളിക്കാൻ തന്നെ നമുക്ക് ഒരു സ്വിമ്മിംഗ് പൂളും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ഡെവലപ്പർ വെച്ചിട്ടുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആർക്കെങ്കിലും ലിങ്ക് വേണമെങ്കിൽ എൻ്റെ വീഡിയോയിൽ കമൻറ്റ് ബോക്സിൽ വേണമെന്ന് കമൻറ്റ് ചെയ്താൽ മതി, ലിങ്ക് വേണമെന്ന് കമൻറ്റ് ചെയ്താൽ മതി, ഞാൻ ലിങ്ക് തരുന്നതായിരിക്കും. അപ്പോൾ ഇതാണ് നമ്മുടെ ഫാമിലിയിൽ കിടന്നുറങ്ങണ ബെഡ്. ഇതാണ് ഇവിടെ നമ്മുടെ GTA 5 പോലെ തന്നെ ഒരു ബെഡ് ഇവിടെ ഇട്ടിട്ടുണ്ട്. പിന്നെ ഇതും GTA 5 പോലെ അവിടെയും ഒരു ബാക്ക് സൈഡിലൊരു റൂം. പിന്നെ ഇവിടേക്ക് ചെന്നാൽ ബാക്ക് സൈഡിലൊരു മരം പോലെ എന്തര നട്ടു വെച്ചേക്കണം. പിന്നെ ഇവിടെ സ്റ്റെപ്പും കാര്യങ്ങളൊക്കെ ചെന്നാൽ നമ്മൾ നേരെ കിച്ചണിലോട്ടാണ് പോകുന്നത്. അതാണ്ട് ആ സൈഡിലേക്ക് പോയപ്പോൾ ഇവിടെ കിടന്നേന്. അതുകൊണ്ട് ഈ സൈഡിലോട്ട് കിച്ചണാണ്. അതാണ്ട് ഇവിടെ കിച്ചണാണ്. ഇവിടെയും കുറേ സോഫയും അങ്ങനെ കുറേ ഉണ്ട്. ഇവിടെയും നമുക്ക് ബാൽക്കണി പോലെ ആ സൈഡിലുണ്ട്. GTA 5 അതേപോലെ ഉള്ള കണക്ക് തന്നെ ഇവിടെയും വെച്ചേക്കണം. പക്ഷേ അതേ കളറല്ലെന്നേ ഉള്ളൂ, ഈ വെറൈറ്റി കളറിലാണ് നെറ്റൊക്കെ വെച്ചാണ് അടിച്ചേക്കണേ ഇവിടെ. എന്തായാലും വീട് അതേപോലെ തന്നെ ഉണ്ട്, ചില ക്രോപ്സ് വേറെ മോഡലിൽ നിന്നേ ഉള്ളൂ. എന്തായാലും ഒരു കിടിലം ഹൗസ് തന്നെ. നമുക്കിത് ലെസ്റ്റർ ഹൗസ് ഇതിൽ കിട്ടുന്നതായിരിക്കും. ഈ GTA 5 ഫ്രാങ്ക്ലിൻ്റെ ഹൗസ് ഡൗൺലോഡ് ചെയ്താൽ ലെസ്റ്ററിൻ്റെ ഹൗസും കിട്ടുന്നതായിരിക്കും. പിന്നെ ഈ സൈഡിൽ ചെന്നാൽ അവിടെ പ്രത്യേകിച്ചൊന്നും അവിടെ ഇല്ല. ഇവിടെ ചെന്നാൽ നമ്മൾ വന്ന് വീഴും. ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ വന്ന് നമ്മൾ വീണ് ആ സൈഡിൽ കൂടെ നമ്മൾ കയറണം. ഞാൻ നിങ്ങൾക്ക് ഡ്രോൺ മോഡ് ഓണാക്കി കാണിച്ചു തരാം. നമ്മൾ ഹൗസ് മൊത്തത്തോടെ എങ്ങനെ ഇരിക്കും ഞാൻ ഡ്രോൺ മോഡ് ഓണാക്കി നിങ്ങൾക്ക് കാണിച്ചു തരാം. ഡ്രോൺ മോഡിൻ്റെ ചീറ്റ് കോഡ് എന്ന് വെച്ചാൽ DON ആണ്, ബ്രുനോട്ടല്ല, ഞാൻ അറിയാതെ അടിച്ചാണ്, DON ആണ്. ഇനി നമുക്ക് കാണിച്ചു തരാം നമ്മളെ GTA 5 ഹൗസ് ഇങ്ങനെ ഇരിക്കുമെന്ന്. ഇതാണ് നമ്മൾ എൻട്രൻസ്. ഞാൻ ബാക്ക് സൈഡിൽ കൂടെയാണ് കയറിയത്. ഇതാണ് യഥാർത്ഥത്തിൽ കയറാനുള്ള വഴി. നമ്മൾ ജുറാസിക് പാർക്കിലോട്ട് വളയൂലേ, ആ സൈഡിൽ വെച്ചാണ്. അതുകൊണ്ട് ഇതാണ് ഇങ്ങനെ ഇരിക്കുന്നത് നമ്മൾ ഫ്രാങ്ക്ലിൻ്റെ ഹൗസിൻ്റെ ഫ്രണ്ട്. ഞാൻ അവിടെ ഫ്രണ്ടിൽ ചെന്നിട്ട് കാണിച്ചു തരാം. നമ്മുടെ സ്വിമ്മിംഗ് പൂളിൻ്റെ അവിടെ നിന്നൊക്കെ കാണിച്ചു തരാം നിങ്ങൾക്ക് എങ്ങനെ നമ്മുടെ ഹൗസ് ഇരിക്കുമെന്ന്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ഹൗസ് ഇരിക്കുന്നത്. കാണാൻ തന്നെ നല്ല ഭംഗിയല്ലേ. ഞാൻ ഡ്രോൺ മോഡ് നിങ്ങൾക്ക് കറക്റ്റായിട്ടൊന്ന് കാണിച്ചു തരാം എങ്ങനെ ഇരിക്കും നമ്മുടെ വീട്. അതേപോലെ തന്നെ നമ്മുടെ സ്വിമ്മിംഗ് പൂളും കറക്റ്റായിട്ട് ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട്. ഇതേപോലെയാണ് നമ്മൾ ഹൗസ് ഫ്രണ്ടിൽ നോക്കിയിരിക്കണം. എന്തായാലും കൊള്ളാം, നിങ്ങൾക്ക് വേണമെങ്കിൽ ലിങ്ക് ചോദിച്ചാൽ മതി. പിന്നെ നമ്മുടെ ഗെയിമിലേക്ക് ഒരു പിസ്സ ഡെലിവറി സ്കൂട്ടറും കാര്യങ്ങളൊക്കെ ആഡ് ആവുന്നുണ്ട്. ഇതൊക്കെ എങ്ങനെ എടുക്കാമെന്ന് ഞാൻ പറയുന്നതായിരിക്കും. നമ്മുടെ ഗെയിമിലേക്ക് ഇത് ചീറ്റ് കോഡ് എന്ന് വെച്ചാൽ നമ്മൾ 4 0 അടിക്കുമ്പോൾ നമ്മൾ ഗെയിമിലേക്ക് സാധാ സ്കൂട്ടറും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. പിസ്സ ഡെലിവറി ഷോപ്പിൻ്റെ ചീറ്റ് കോഡ് എന്ന് വെച്ചാൽ അത് ഞാൻ വീഡിയോയുടെ വഴിയെ പറയുന്നതായിരിക്കും. എല്ലാവരും വീഡിയോ മാക്സിമം എൻ്റെ വരെ കാണാൻ ശ്രമിക്കുക. ഞാൻ ഇതിൻ്റെ ചീറ്റ് കോഡ് ഏതൊക്കെ ആയിരിക്കും എങ്ങനെയൊക്കെ ഇരിക്കുമെന്ന് ഞാൻ ഈ വീഡിയോയിൽ തന്നെ ഞാൻ
ഉറപ്പായിട്ടും പറയുന്നതായിരിക്കും. പിന്നെ ഞാൻ നിങ്ങൾക്ക് ഈ പിസ്സ ഡെലിവറി സ്കൂട്ടറിൻ്റെ ചീറ്റ് കോഡും കാര്യങ്ങളൊക്കെ പറഞ്ഞാണ്. ചീറ്റ് കോഡ് എന്ന് വെച്ചാൽ 3 0യും പിന്നെ വേറെ ഒരു ചീറ്റ് കോഡും കൂടിയാണ് നമ്മുടെ ഈ പിസ്സ ഡെലിവറി സ്കൂട്ടർ സ്പോൺ ചെയ്യണമെങ്കിൽ നമുക്ക് എടുക്കേണ്ടത്. പിന്നെ ഇത് നമ്മുടെ ഗെയിമിലേക്ക് വേർണാക്കാറും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇതൊക്കെ എങ്ങനെ എടുക്കുമെന്ന് ഞാൻ പറയുന്നതായിരിക്കും. പിന്നെ ഗൈസ് നമ്മുടെ ഗെയിമിലേക്ക് ബജേറ കാറും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇതൊക്കെ എങ്ങനെ എടുക്കാമെന്ന് ഞാൻ പറയുന്നതായിരിക്കും. നമ്മുടെ ഈ വരുന്ന അപ്ഡേറ്റിലോ അടുത്ത അപ്ഡേറ്റിലോ ഇത് ഉറപ്പായിട്ടും ആഡ് ആവുന്നതായിരിക്കും. പിന്നെ എൻ്റെ വീഡിയോ ഇതുവരെ തന്നെ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാത്ത കാണുന്നവരുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ വീഡിയോ പോയി ലൈക്കും സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ അടിയിലോട്ട് പോകുമ്പോൾ സൈഡിൽ കാണുന്ന ബെല്ലൈക്കണും കൂടി ഓൾ ഓപ്ഷൻ സെറ്റ് ചെയ്യാൻ മറക്കരുത്. എങ്കിലും ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി കിട്ടുള്ളൂ. അപ്പം വെച്ചാൽ വരെ ഇത്രയേ ഉള്ളൂ. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക. അപ്പോൾ ബൈ ഗൈസ്.